പ്രാരാബ്ദങ്ങളുടെ നടുവിലൂടെ ഓടുന്ന നമ്മുടെ സച്ചിയും രേവതിക്കും വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ് ആ ഒരു പൂവിലൂടെ കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പൈസയും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മുടെ രേവതി ആ പൈസ കൊണ്ട് നമ്മുടെ സച്ചിക്കൊരു വാഹനം മേടിച്ച് കൊടുക്കുന്നത് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും വീണ്ടും ഒരു നിമിഷം പോലും നിൽക്കാൻ സമയമില്ലാതെ നമ്മുടെ സച്ചി ഒന്ന് ഉറങ്ങുക പോലും ചെയ്യാതെ ആ ഒരു ഓട്ടോ എടുത്തുകൊണ്ട് അടുത്ത ഓട്ടത്തിലേക്ക് പോവുകയാണ് നമ്മുടെ രേവതിനെ വീട്ടിലാക്കിയിട്ട്. നമ്മുടെ ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും മനസ്സിലുള്ള കുശുമ്പ് എത്രയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നിന്നിട്ട് നമ്മുടെ രേവതിക്കിട്ട് എത്രത്തോളം കുത്താവോ അത്രത്തോളം കുത്തുന്നുണ്ട്. നീ നിൻ്റെ ബ്യൂട്ടി പാർലർ ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്നിട്ടിരിക്കുന്നു. അവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസയാണെങ്കിലും നീ എനിക്ക് തരുന്നു. അത് നീ എനിക്ക് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടല്ലേ നീ എനിക്ക് ആ പൈസ തരുന്നത്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, ഞാൻ റെസ്പെക്റ്റ് തന്നെയല്ല, എൻ്റെ അമ്മയായിട്ടാണ് ഞാൻ അമ്മേനെ കാണുന്നത്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ രേവതി അടുക്കളയിൽ നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താണെങ്കിലും രേവതി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. നിൻ്റെ നല്ല മനസ്സ്, ഇവിടെ ചിലരൊക്കെ ഉണ്ട്, എൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്, എന്നാൽ വരുന്നതും വീട്ടിലോട്ട് തന്നെയാണ്. എന്നാൽ മരുന്നിന് പോലും ഒരു ചില്ലി പൈസ, ഒരു 100 രൂപ പോലും എൻ്റെ കയ്യിൽ തരുന്നില്ല. എന്താണെങ്കിലും ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ അത് രേവതിനെ ഉദ്ദേശിച്ച് തന്നെയല്ലേ പറഞ്ഞത്? നിനക്കത് മനസ്സിലായി അല്ലേ? എന്താണെങ്കിലും രേവതി മുറിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഇനി ക്യാഷ് എടുക്കാനെങ്ങാനും ആയിരുന്നെങ്കിലോ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്താണെങ്കിലും നമ്മുടെ രേവതിയുടെ പുറകെ നമ്മുടെ ശ്രുതി ഓടി ചെല്ലുന്നുണ്ട്. നമ്മുടെ കെട്ട് കണക്കിന് പൈസ എടുത്തിട്ട് നമ്മുടെ രേവതി എണ്ണുന്ന കാഴ്ച ഒളിച്ച് നിന്ന് നമ്മുടെ ശ്രുതി കാണുന്നുണ്ട്. എന്താണെങ്കിലും കുറേ നേരം നോക്കി നിന്നതിന് ശേഷം നമ്മുടെ ശ്രുതി വെളിയിലോട്ട് ഓടി വന്നിട്ട്, അമ്മേ, ശ്രുതി നമ്മുടെ പൈസ രേവതി എണ്ണുന്നുണ്ട്, അത് ആൻറ്റിക്ക് തരാൻ വേണ്ടിയിട്ട് തന്നെയായെന്ന് പറയുമ്പം നമ്മുടെ ചന്ദ്രമതി അതിയായിട്ട് അങ്ങ് സന്തോഷിക്കുകയാണ്. എന്താണെങ്കിലും പൈസയായിട്ട് നമ്മുടെ രേവതി താഴോട്ട് ഇറങ്ങി വരികയാണ്. അമ്മേ, അടുപ്പത്ത് സാമ്പാറുണ്ട്, തിളയ്ക്കാറായിട്ടുണ്ട്. നീ പറഞ്ഞു. ഇന്ന അടുത്തത് തോരൻ വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എന്നാ ഉണ്ട് വിശേഷം എന്നിങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്ത് നമ്മുടെ ചന്ദ്രമതി അമ്മ ചോദിക്കുമ്പം നമ്മുടെ രേവതി ആകപ്പാടെ ഒരു സംശയത്തോടെ നിൽക്കുകയാണ്. ഇതെന്ത് പറ്റി? എന്താണെങ്കിലും ആശിച്ച മാമ്പഴം കാക്ക കൊത്തി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ രേവതി ആ പൈസ എടുത്തിട്ട് എനിക്കൊന്ന് വെളിയിൽ പോകണം അമ്മ എന്ന് പറഞ്ഞ് വെളിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ സങ്കടപ്പെട്ട് ശ്രുതിനെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രമതി വേഗം എണീച്ചിട്ട് കുറച്ച് 10 പൈസ കൈ വന്നപ്പോൾ അവൾ എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കുന്നു. എന്താണെങ്കിലും ആൻറ്റി, ഞാനും വിചാരിച്ചത് ആൻറ്റിക്ക് പൈസ തരാനാണ്, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ച് ശ്രുതി എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും പറയുകയാണ്. രേവതി ആ പൈസയായിട്ട് പോയിരിക്കുന്നത് സ്വന്തം വീട്ടിലെ അമ്മയ്ക്ക് കൊടുക്കാൻ എന്നാണ് നമ്മുടെ ചന്ദ്രമതി അമ്മ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാലോ നമ്മുടെ രേവതിനെ നേരെ സച്ചിയുടെ ഫ്രണ്ടായ മഹേഷിൻ്റെ അടുത്തോട്ടാണ് നമ്മുടെ രേവതി പോകുന്നത്. എന്താ രേവതി ഈ സമയത്ത്? സച്ചിയാണെങ്കിൽ ഇവിടെ ഇല്ല, ഓട്ടോ സ്റ്റാൻഡിൽ പോകണം. ഞാൻ സച്ചിയേട്ടനെ കാണാനല്ല വന്നത്, മഹേഷ് ഏട്ടനെ കാണാനാണ് വന്നത്. സച്ചിയേട്ടൻ ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണല്ലോ, വൈകിട്ട് ലേറ്റായിട്ടാണ് വരുന്നത് എന്നിങ്ങനെ പറയുമ്പം കാർ ഓടിക്കുന്ന പൈസ ഓട്ടോ ഓടിച്ചാൽ കിട്ടത്തില്ല, ദൂരം ഓട്ടം കിട്ടത്തില്ല, അതുപോലെ തന്നെ കുറഞ്ഞ പൈസയാണ് കിട്ടുന്നത് എന്നൊക്കെ നമ്മുടെ മഹേഷ് ഏട്ടൻ പറയുകയാണ്. കയ്യിൽ മിച്ചം എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ രാവും പകലും വണ്ടി ഓടിക്കണം, ഇല്ലെങ്കിൽ കയ്യിൽ മിച്ചമൊന്നും വരത്തില്ല എന്നിങ്ങനെ നമ്മുടെ മഹേഷ് പറയുകയാണ്. തന്നെയല്ല, അവൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്നും പറയുന്നുണ്ട്. അവൻ ഞങ്ങൾക്ക് നല്ലത് ചെയ്തു, പാവം അവനിപ്പോൾ കഷ്ടത്തിലുമായി. ഞങ്ങൾ സച്ചിക്ക് ഒരുപാട് പൈസ കൊടുക്കാനുണ്ട്, കാരണം ഞങ്ങളെ സഹായിച്ചതാണല്ലോ. ഞങ്ങളിപ്പോൾ കൊടുത്തിട്ട് കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സച്ചിയേട്ടൻ അങ്ങനെയാണ്, മറ്റുള്ളവരെ സഹായിക്കും, എന്നാൽ സ്വന്തം ദുഃഖം ഉള്ളിൽ ഒതുക്കുകയും ചെയ്യും. എന്താണെങ്കിലും നമ്മുടെ രേവതി നമ്മുടെ സച്ചിയേട്ടനെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ മഹേഷേട്ടൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ സച്ചിയേട്ടന് ഞാനൊരു ഉപകാരം ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ഞാനൊരു കാറ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ മഹേഷ് വളരെ സന്തോഷത്തോടു കൂടി കേൾക്കുകയാണ്. സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കീഴിൽ തല കുനിക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എനിക്കൊരു പൂക്കട ഇട്ട് തന്നത്. എന്നോട് സ്നേഹിച്ച ആ സ്നേഹം ഞാൻ തിരിച്ചു കാണിക്കണ്ടേ?
എന്താണെങ്കിലും നമ്മുടെ രേവതി നമ്മുടെ മഹേഷിനോട് കാറിൻ്റെ വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, പുതിയൊരു കാർ വേണമെങ്കിൽ 10 ലക്ഷം രൂപയെങ്കിലും വേണം. അപ്പം അവൻ്റെ കയ്യിൽ ആ പൈസ ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവൻ ഓട്ടോ മേടിച്ചത്. അവൻ 2-3 കാറുകളൊക്കെ നോക്കിയിരുന്നു. എന്താണെങ്കിലും പൈസ ഇല്ലാഞ്ഞതുകൊണ്ട് അത് മാറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ രേവതി അങ്ങനെയെങ്കിൽ ആ കാർ നമുക്കൊന്ന് പോയി കാണാം എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട്സായ മഹേഷും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ പറയുകയാണ്, എന്താണെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ എന്താണെങ്കിലും സച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ. സച്ചിയേട്ടന് ഇത് അറിയണ്ട എന്ന് നമ്മുടെ രേവതി പറയുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് പൂക്കട ഇട്ട് തന്നതും സർപ്രൈസായിട്ടാണ്. നമ്മുടെ രേവതി സമയം കളയാതെ തന്നെ എങ്കിൽ നമുക്ക് ആ കാറ് പോയി കാണാം എന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് മഹേഷിൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കാറ് കാണാൻ പോവുകയാണ്. നമ്മുടെ രേവതി മിടുക്കിയാണ്. കാരണം വീട്ടിലിരുന്ന പല ആവശ്യങ്ങൾക്ക് പൈസ ചിലവാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മഹേഷും രേവതിയും ഷോറൂമിലെത്തി യൂസ്ഡ് കാർ ഉപയോഗിക്കുന്ന മാനേജറുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അന്ന് കണ്ട വണ്ടി വിറ്റുപോയോ എന്ന് ചോദിക്കുമ്പം ഇല്ല, വിറ്റുപോയിട്ടില്ല എന്ന് പറയുകയാണ്. മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാറിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പോൾ വണ്ടി ആർക്കാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് സച്ചിക്കാന്ന് പറയുമ്പം അന്ന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത് എന്നിങ്ങനെ നമ്മുടെ മാനേജർ പറയുകയാണ്. സാമ്പത്തിക പ്രശ്നമൊക്കെ ഇപ്പോഴും ഉണ്ട്, അതൊരു വലിയ കഥയാണ്. എന്താണെങ്കിലും അത് വിട്. ഇത് രേവതി, സച്ചിയുടെ വൈഫാണ്. സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ട ആ കാറൊന്ന് കാണാൻ പറ്റുമോ എന്ന് നമ്മുടെ രേവതി ചോദിക്കുമ്പോൾ നമ്മുടെ മാനേജർ പറയുന്നുണ്ട്, അതെന്ത് ചോദ്യമാണ്, മഹേഷേ ആ കാറ് വെളിയിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ രേവതിനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കും. നമ്മുടെ രേവതി കാറൊക്കെ ഒന്ന് തൊട്ടും മണത്തും ഒക്കെ തുറന്നും ഒക്കെ നോക്കി പുതിയതുപോലെയുണ്ട്, നല്ല കാറാണ് എന്ന് നമ്മുടെ രേവതി പറയുകയാണ്. സച്ചിയേട്ടൻ ഇത് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി മറ്റൊന്നും നോക്കണ്ട, നമുക്കിത് എടുക്കാമെന്നിങ്ങനെ പറയുമ്പം പെങ്ങൾ വാ, നമുക്കിത് തീരുമാനമാക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ മഹേഷ് രേവതിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. വണ്ടി ഇഷ്ടപ്പെട്ട മാനേജറുമായിട്ട് കൂടെ ചെന്ന് സംസാരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടെയാണ് പൈസയുടെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം. 1.5 ലക്ഷം രൂപ ആദ്യം അടയ്ക്കണം. പക്ഷെങ്കിൽ നമ്മുടെ രേവതിയുടെ കയ്യിൽ 1.25 ലക്ഷമേ ഉള്ളൂ. എന്താണെങ്കിൽ നമ്മുടെ രേവതി പറയുന്നുണ്ട്, വണ്ടി ആർക്കും കൊടുക്കണ്ട, നാളെ തന്നെ ബാക്കി പൈസയും കൂടെ ഒപ്പിച്ചിട്ട് ഞാൻ ഈ കാറ് മേടിക്കാനായിട്ട് വരുന്നതായിരിക്കും. അവിടെ നിന്ന് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു വരികയാണ്. ഒന്നും ആലോചിക്കുന്നില്ല, ആര് പറയുന്നു എന്തു പറഞ്ഞിട്ടും കേൾക്കുന്നുമില്ല. ആലോചനയിൽ തന്നെയാണ് നമ്മുടെ രേവതി. കഴുത്തിൽ കിടക്കുന്ന മാലയിലൊക്കെ ഒന്ന് പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ സച്ചിക്ക് പൈസ കാർ മേടിച്ച് കൊടുക്കാനായിട്ട് പൈസ ഉണ്ടാക്കണം. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ദേവു അതിലേ വരുന്നത്. ചേച്ചി ചേച്ചി എന്ന് വിളിക്കുമ്പോഴൊന്നും വിളിയൊന്നും കേൾക്കുന്നില്ല. എന്താണെങ്കിലും ഓടി വന്നിട്ട് ചേച്ചിയുടെ അടുത്ത് വരുന്നുണ്ട്. ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ദേവു വരാൻ പറയുന്നുണ്ട്. എന്താണ് ചേച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്? എന്താണെങ്കിലും രാജാവിനെ പോലെ എൻ്റെ സച്ചിയേട്ടൻ കാർ ഓടിച്ചുകൊണ്ട് നടന്നതല്ലേ. ഒരു തരത്തിൽ പറഞ്ഞാൽ കാറ് വിൽക്കാൻ കാരണമായത് നമ്മുടെ ശരത്തും കൂടെയല്ലേ. എന്താണെങ്കിലും എനിക്ക് സച്ചിയേട്ടനൊരു കാറ് മേടിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരു കാറ് നോക്കിയിട്ടാണ് വരുന്നത് എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ ദേവ് മിടുമിടുക്കിയാണ് കേട്ടോ. ചോദിക്കുകയാണ്, BMW ആണോ ബെൻസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെങ്കിൽ സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ട കാറാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നോക്കിയെല്ലാം റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്, കുറച്ച് കാശും കൂടെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദേവ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അമ്മച്ചി കാശിക്ക് പോകാനായിട്ട് തീരുമാനിച്ച് ഇങ്ങനെ നടക്കുന്നത്. ഒന്ന് പോടി അവിടുന്ന്, നീ എന്നെ കളിയാക്കുമൊന്നും വേണ്ട. എന്താണെങ്കിലും വണ്ടിക്ക് 4 ലക്ഷം രൂപ അടവ് വേണം. അതിൽ 1.5 ഇപ്പോൾ കൊടുക്കണം, ബാക്കി അടവടച്ചാൽ മതി. അതിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1.25 ഉണ്ട്, ഒരു 25,000 രൂപയും കൂടെ വേണം. അതാണ് ഇങ്ങനെ ആലോചിച്ച് നാളെ തന്നെ പൈസ കൊടുത്തില്ലെങ്കിൽ കാറ് വേറെ ആൾക്കാരാരെങ്കിലും കൊണ്ടുപോകും. നമ്മുടെ ദേവ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സച്ചിയേട്ടന് എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോടി അവിടുന്ന്, സച്ചിയേട്ടന് ഞാൻ സർപ്രൈസായിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ്. നമ്മുടെ ദേവു പറഞ്ഞ പോലെയല്ല, ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എൻ്റെ ചേച്ചിനെ സഹായിക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് നമുക്ക് വഴി ഉണ്ടാക്കാം എന്ന് ദേവു പറയുമ്പം ആശ്വസിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.